ഹായ്, ഞാൻ നിഷാദ്. എല്ലാവർക്കും അറിയാലോ, എന്റെ ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയാലോ. ഞാൻ ഇപ്പോ ഈ വീഡിയോയിൽ ഇപ്പോ വന്നത് എന്താ വെച്ചാല്, നമ്മളെ സുഹൃത്താണ് സുറാറാം. കോഴിക്കോട് പാരഗൺ ഹോട്ടലിന്റെ അടുത്ത് ചെറിയൊരു കട നടത്താണ്, ചായ ബേക്കറി എല്ലാം പാടെ. മൂപ്പർക്ക് ഇന്ന് വലിയൊരു അക്കിടി പറ്റി. ബാങ്ക് മാനേജറാണെന്ന് പറഞ്ഞിട്ട് ഒരാള് വിളിച്ചു. അയാളെ ഫോൺ വന്നപ്പോ തന്നെ ഭയങ്കര ഓഫീസ് പോലെ തന്നെ ഭയങ്കര ലേഡീസും ഒക്കെ സംസാരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം പൈസ പോയി എന്ന് പറഞ്ഞ് 24,500 റുപ്യ ഇയാളത് പോയി. പൈസ പോയി എന്ന് പറഞ്ഞപ്പോ നമ്മളെല്ലാരും ഇപ്പോ ടി വിയിലൊക്കെ കാണുന്ന പോലെ ആരെങ്കിലും വിളിച്ച് അക്കൗണ്ട് നമ്പർ ചോദിക്കും, അങ്ങനെ ആണെന്ന് വിചാരിച്ചത്. ഇത്രയും നേരം ഞാനും വിചാരിച്ചത് അങ്ങനെ തന്നെ. പക്ഷെ അയാൾക്ക് സംഭവിച്ചത് അങ്ങനല്ല. അയാൾക്ക് സംഭവിച്ചത് എങ്ങനെയാ വെച്ചാല്, അയാളെ ATM-ന്റെ മുകളിലെ ഒരു 3 നമ്പർ, ATM-ന്റെ മുകളിൽ നമ്മളെ ATM-ന്റെ മറ്റേ സീക്രട്ട് നമ്പർ അല്ല ചോദിച്ചത്, ATM-ന്റെ പുറത്തുള്ള 3 നമ്പർ ഉണ്ട്. ആ നമ്പറാണ് ചോദിച്ചിട്ട് പറഞ്ഞെന്താ വെച്ചാല്, മൂപ്പരെ ATM-ന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്, എക്സ്പയർ ആയിക്കണ്. അപ്പൊ അതിനെ കൊണ്ട് അത് മാറ്റണം, അത് മാറ്റാൻ ടൈം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങണത്. കൂടാതെ ആദ്യം തന്നെ മൂപ്പരെ ഫുൾ അഡ്രസ് രാജസ്ഥാനിലാണ്. ഫുൾ അഡ്രസ് അയാള് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കാണ്, വളരെ കൃത്യമായിട്ട്. അച്ഛന്റെ പേരും സ്ഥലത്തിന്റെ പേരും എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്ത അതേ, ബാങ്കിൽ കൊടുത്ത അതേ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് എന്നതിന് ശേഷമാണ് നമ്പർ ചോദിക്കുന്നത്. അപ്പൊ ആരായാലും കൊടുത്തു പോകും. ആ രീതിയിലാണ് അയാളെ സംസാരം. പിന്നെ പറഞ്ഞാല് സീക്രട്ട് നമ്പറും അല്ലല്ലോ, ഇതിന്റെ മുകളിലെ നമ്പറാണല്ലോ ചോദിക്കുന്നത്. അപ്പോ അതാണ് കാര്യം. 24,000 റുപ്യ കോള് കട്ടായ അപ്പം തന്നെ 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ 20,000 റുപ്യ വലിച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 മിനിറ്റിന്റെ ഉള്ളിൽ 4,500 റുപ്യം വലിച്ച്. ബാക്കി 6,000 റുപ്യ ബാലൻസ്. ഉടനെ ബാങ്കിൽ പോയി, ആക്സിസ് ബാങ്ക്, കോഴിക്കോട് ആക്സിസ് ബാങ്ക് പോയി ഇപ്പോ ATM ബന്ധാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് അപ്പൊ അയാൾക്ക് സംഭവിച്ചത്. അങ്ങനെയാണ്. അപ്പൊ ഇതുപോലൊരു സംഭവം ഇനി നമ്മളെ അറിവിൽ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ബാങ്കിലത്തെ മാനേജർ ബാങ്കിൽ പോയി പരാതി കൊടുത്തു, അതുപോലെ നടക്കാവ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ബാങ്കിൽ പോയി പരാതിപ്പെട്ടപ്പോ മാനേജർ പറഞ്ഞ എന്താ വെച്ചാല്, നമ്മളൊരിക്കലും നിങ്ങളെ നമ്പർ ചോദിച്ചിട്ട്, ഇതുപോലെ ഒരു നമ്പർ ചോദിച്ചിട്ട് ഒരിക്കലും ഫോണിൽ ബന്ധപ്പെടൂല. അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് വരും, നിങ്ങളോട് ബാങ്കിലേക്ക് വരാനേ പറയുള്ളൂ. ഏതായാലും ഈ സംഭവം സംഭവിച്ച ആൾ ഇതാ നേരിട്ടിട്ട് നിങ്ങളോട് പറയുന്നതാണ്. प्रोग्राम आपका कैसे कॉल करेगा, फर्स्ट कॉल करेगा, क्या बोलेगा वो? बोलो 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 बोलो। बोलना नहीं आता थोड़ा, बोलो बोलो बोलो, हिंदी में बोलो। और बोला तुम्हारा ATM रेट एक्सपायर हो रहा है, तुम्हारा पूरा एड्रेस बोला। तो मैं उसको 3 नंबर, वो ATM पे नंबर था, वो ATM नंबर दे दिया उसको। साउंड में बोलो। वो मुश्किल नहीं, वो 5 मिनट के अंदर फिर मेरा पैसा 20,000 फर्स्ट चला गया, फिर 4,500 लास्ट में कटिंग, टोटल 24,500 रुपये कटिंग हो गया। फिर बैंक में गया, बैंक में जाने 4,000 उस टाइम वो कट हुआ था। फिर मैं गया, वो मैनेजर कार्ड क्लोज किया, बोलता है 7 दिन के अंदर 7 डे हेल्प कोशिश करेगा। 7 ദിവസം ടൈം പറഞ്ഞത്. ബാങ്കിൽ പോയപ്പോ 7 ദിവസം സമയം വേണം. ഇത് ഏത് ATM എന്നാണ് ഈ പൈസ എടുത്തത് എന്നൊക്കെ അറിയണമെങ്കിൽ 7 ദിവസം ബാങ്കുകാർക്ക് ടൈം വേണം എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇതുപോലൊരു അക്കിടി ആർക്കും ഇനി, എല്ലാരും ബാങ്കായിട്ട് കളിക്കണാണ്. ഇപ്പം എല്ലാരും എല്ലാ കാര്യത്തിനും. ഇപ്പൊ ഞാനൊരു ഓട്ടോക്കാരനാണ്. ഇവിടെ കോഴിക്കോട് ഇപ്പം 100 ഓട്ടോക്ക് ഇപ്പൊ ഫുള്ള് കാർഡിലാ പരിപാടി. പൈസ ഇല്ല, ഫുൾ കാർഡിലും ഒക്കെയാണ് പരിപാടി. അപ്പൊ അതിനെക്കൊണ്ട് ലേശം വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർക്കൊക്കെയാണ് കൂടുതൽ ഇത് സംഭവിച്ചു പോണത്. നമ്മളൊക്കെ ലേശം വിദ്യാഭ്യാസം കുറവാണ്, 8ാം ക്ലാസ് കുസ്തിയാണ്. അപ്പൊ അതിനെക്കൊണ്ട് ആർക്കും, നിങ്ങളെ ഫ്രണ്ട്സേക്കും, ഇത് കാണുന്ന നിങ്ങളെ ഫ്രണ്ട്സേക്കും ഇതുപോലൊരു സംഭവം ഇനി സംഭവിക്കാതിരിക്കട്ടെ. ശ്രദ്ധിക്കുക. ആരും ഫോണിൽ വിളിച്ച് അക്കൗണ്ട് നമ്പർ ചോദിച്ചാലും ദയവായി നിങ്ങൾ കൊടുക്കാതിരിക്കുക.